ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നരച്ച മുടി കറുപ്പിക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേയുടെ വീഡിയോയുമായിട്ടാണ്. ഇന്നത്തെ കാലത്ത് പ്രായഭേദമന്യേ കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കാണുന്ന ഒരു പ്രശ്നമാണല്ലോ നരച്ച മുടി. ഈ നരച്ച മുടി കൊണ്ട് പുറത്തു പോകാൻ തന്നെ എല്ലാവർക്കും മടിയുമാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന കെമിക്കൽ അടങ്ങിയ ഡൈ ഉപയോഗിച്ച് മുടി പെട്ടെന്ന് തന്നെ കറുപ്പിക്കുന്നു. പിന്നീട് കൂടുതൽ മുടി നരക്കാൻ ചാൻസ് കൂടുതലുമാണ്. അതുമാത്രമല്ല, അലർജി പ്രശ്നങ്ങൾ വേറെയും ഉണ്ടാവുന്നു. എന്നാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ആവുമ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഇത് മുടിയിൽ തേക്കുന്നത് കൊണ്ട് തന്നെ മുടിക്ക് സ്വാഭാവികമായ നിറവും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട, ഇന്നത്തെ ഹെയർ ഡേ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ. അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇന്നത്തെ ഈ ഒരു ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചെമ്പരത്തി പൂവാണ്. ചെമ്പരത്തി പൂവൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന ഒരു സമയമാണിത്. ഇതുപോലുള്ള 5 ഇതളോട് കൂടിയ ചെമ്പരത്തി പൂവാണ് വേണ്ടത്. ചെമ്പരത്തി പൂവ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ചെമ്പരത്തി പൂവ് കഴുകാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ചെമ്പരത്തി പൂവിന്റെ അടിഭാഗത്തുള്ള ഈ ഒരു പച്ച കളറുള്ള ഭാഗമുണ്ടല്ലോ, ഇത് നമുക്ക് ആവശ്യമില്ല. പച്ച കളറുള്ള ഈ ഒരു ഭാഗം നമുക്ക് കളയാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം. ചെമ്പരത്തിപ്പൂവ് മുഴുവനായിട്ടും ഞാനിപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെമ്പരത്തിപ്പൂവ് കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ചെമ്പരത്തിപ്പൂവിന്റെ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഗ്യാസ് അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്പരത്തിപ്പൂവ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു വെള്ളം നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. ഈ ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഏകദേശം ഒരു അര ഗ്ലാസ് ആവുന്നത് വരെ നമുക്കിത് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ തിളച്ച് വരുമ്പോഴത്തേക്കും ചെമ്പരത്തിപ്പൂവിൻ്റെ സത്തൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ലൊരു കളറിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തിളച്ചിട്ട് ഏകദേശം ഒരു അര ഗ്ലാസോളം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ ഒരു ജ്യൂസ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുന്നുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാവുമ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ മുഴുവൻ സത്തും നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു വെള്ളം നല്ലപോലെ തണുത്ത് വരട്ടെ. അതിനുശേഷമാണ് നമുക്ക് ഡൈ ഉണ്ടാക്കേണ്ടത്. ഈ ഒരു വെള്ളം കൊണ്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം തല കഴുകിയാൽ മുടിക്ക് വളരെ നല്ലതാണ്. മുടി നല്ല രീതിയിൽ തന്നെ തഴച്ചു വളരാനും ഈ വെള്ളം സഹായിക്കും. മാത്രമല്ല, നമ്മൾ ഷാമ്പു ഒക്കെ ഇട്ട് കഴുകുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. ചെമ്പരത്തി പൂവ് കൂടുതൽ ഉണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഉണ്ടാക്കി ആഴ്ചയിൽ 1-2 തവണ നമുക്ക് തല കഴുകാം. ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. കുറച്ച് പനിക്കൂർക്കയുടെ ഇല ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പനിക്കൂർക്കയില എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് ശ്രമിക്കണം. പനിക്കൂർക്കയില നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത പനിക്കൂർക്കയില നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പനിക്കൂർക്കയില മുടിക്ക് വളരെ നല്ലതാണ്. അലർജി പ്രശ്നമുള്ളവർക്കൊക്കെ ഈ പനിക്കൂർക്കയില കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. തുമ്മല്, ജലദോഷം അതൊന്നും വരികയില്ല.
പനിക്കൂർക്കയുടെ കൂടെ നമുക്ക് കുറച്ച് മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് മുടിക്ക് വളരെ നല്ലതാണ്. മുടി നല്ല പോലെ വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ മൈലാഞ്ചിപ്പൊടി നല്ലതാണ്. മൈലാഞ്ചിപ്പൊടി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതോടൊപ്പം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെല്ലിക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നെല്ലിക്ക പൊടിയും മുടിക്ക് വളരെ നല്ലതാണ്. മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും മുടി നല്ല രീതിയിൽ തന്നെ വളരാനായിട്ടുമൊക്കെ നെല്ലിക്ക സഹായിക്കുന്നതാണ്. ഇനി ഇത് മൂന്നും കൂടെ നമുക്ക് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം. അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്പരത്തി ജ്യൂസാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ചെമ്പരത്തി ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ മുടി നരച്ചിട്ടുള്ളത് അതിനനുസരിച്ച് വേണം നമ്മൾ മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കാപ്പൊടിയുമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കാപ്പൊടിയും ഒക്കെ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് ഉള്ളത് തന്നെ വാങ്ങാൻ നോക്കണേ. അത് മാത്രമല്ല നമ്മൾ എടുക്കുന്നതിൻ്റെ ആ ഒരു ഡേറ്റ് ഒക്കെ നമ്മൾ നോക്കണം. ഡേറ്റ് കഴിഞ്ഞതൊക്കെ ആണെങ്കിൽ ആ ഒരു റിസൾട്ട് ഒന്നും കിട്ടണമെന്നില്ല. ഇനി ഇത് മൂന്നും കൂടി നമുക്ക് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കാം. ഇപ്പൊ ഇത് ഞാനിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മൾ ഇത് അരച്ചെടുക്കേണ്ടത്. തിക്കായിട്ടാണ് ഇത് അരച്ച് കിട്ടുന്നത് എങ്കിൽ കുറച്ച് ചെമ്പരത്തി പൂവിന്റെ ജ്യൂസ് ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഡൈ തയ്യാറാക്കാം. ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അരച്ച് വെച്ച മിക്സ് ഞാനിപ്പോൾ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സ് നല്ലപോലെ തന്നെ യോജിപ്പിച്ചു കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. നമ്മൾ റെഡിയാക്കിയ ഈ ഒരു മിക്സ് നമ്മൾ ഇപ്പോൾ തന്നെ തലയിൽ തേച്ച് കൊടുക്കുന്നില്ല. ഒരു 12 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കുന്നത്. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി നമുക്കിത് 12 മണിക്കൂറിന് ശേഷം നോക്കാം. ഈ ചെമ്പരത്തി പൂവിന്റെ ജ്യൂസ് നമുക്ക് ഒരു കണ്ടീഷണറായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ചെമ്പരത്തി പൂവിന്റെ ജ്യൂസ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഡൈ തേച്ചിട്ട് തല കഴുകി കളഞ്ഞ ശേഷം ഈ ഒരു വെള്ളം കൊണ്ട് നമുക്ക് തല കഴുകാവുന്നതാണ്. ചെമ്പരത്തി പൂവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ 1 or 2 തവണ നമുക്ക് തല കഴുകാം. ഇത് നല്ലൊരു കണ്ടീഷണറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹെയർ ഡൈ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 12 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഡൈ നല്ല രീതിയിൽ തന്നെ കറുത്തു വന്നിട്ടുണ്ട്. ജലദോഷവും നീരിറക്കവും ഒന്നും തന്നെ ഉണ്ടാവുകയില്ല കേട്ടോ. ഈ ഒരു ഡൈയിൽ നമ്മൾ വേണ്ടുവോളം പനിക്കൂർക്കയില ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത് തേക്കുന്ന സമയത്ത് ജ്യൂസ് ചേർക്കുമ്പോൾ കൂടി പോവാനൊന്നും പാടില്ല. അങ്ങനെയാവുമ്പോൾ മുടിയിൽ തേക്കുമ്പോൾ മുഖത്തേക്കൊക്കെ ഒലിച്ചിറങ്ങും. അതൊന്ന് നമ്മൾ ജ്യൂസ് ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ഡൈ നമുക്ക് തലയിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. തലയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം മാക്സിമം 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞ ശേഷം വേണം നമുക്കിത് കഴുകി കളയാനായിട്ട്. ഷാമ്പു ഒന്നും വേണ്ട ആവശ്യമില്ല. ചെമ്പരത്തി പൂവിൻ്റെ ജ്യൂസ് ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ലൊരു കണ്ടീഷണറിൻ്റെ ഫീല് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെമ്പരത്തി പൂവൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു സമയമാണല്ലോ ഇത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.